പൂർണ്ണമായും വിജയിച്ചെന്ന് പറയാൻ പറ്റില്ല. ആന സുഖമായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി ഇതായെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മയക്കോടി വെച്ചു, ലോഡ് ചെയ്തു, കൊണ്ടുവരാൻ പറ്റി, കയറ്റി ട്രീറ്റ്മെന്റ് ചെയ്തു. അതൊരു എല്ലാവിധ ട്രീറ്റ്മെന്റും ചെയ്തു. ഇതിന് കണ്ടിന്യൂ ചെയ്യണമെന്ന്. അപ്പോൾ മുറിവ് ആഴത്തിലുള്ള വലിയൊരു മുറിവാണ്. അപ്പോൾ അതിന്റെ പഴുപ്പുണ്ട്, അതിന്റെ സെപ്റ്റിസിമിയ എന്ന കണ്ടീഷൻ ഉണ്ട് ആനയ്ക്കുണ്ട്. അപ്പോൾ അത് ഇത് ചെയ്യാനുള്ള മരുന്നൊക്കെ കൊടുത്തു. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 മാസം കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും നിരീക്ഷണവും അത്തരം കാര്യങ്ങളായ തരത്തിൽ തീർച്ചയായിട്ടും ഫുൾ ടൈം ഇവിടുത്തെ ഡോക്ടറുണ്ട്, പുള്ളിയാണ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ നോക്കുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ട്രീറ്റ്മെന്റാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഒരു ചികിത്സാ പ്ലാൻ തയ്യാറാക്കുന്നത് ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് ഇന്നത്തെ ഒബ്സർവേഷൻ വെച്ചിട്ട് നമ്മളൊരു ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പാനൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വേറെ പലരോടും ഡിസ്കസ് ചെയ്തിട്ട് നമ്മളൊരു ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് റെജിം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഫോളോ അപ്പ് ചെയ്യും. സാധാരണ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴേ ഈ മുറിവ് കാണുമ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീതി തോന്നും. അത്രത്തോളം മുറിവുണ്ട്. സാധാരണ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഉണ്ട് അതിന്റെ ഒരു ഗ്രാവിറ്റി എങ്ങനെയാണ്. അല്ല, ഇത് കാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പ്രകൃതി നിർദ്ധാരണം, അതായത് നാച്ചുറൽ സെലക്ഷന്റെ ഭാഗമാണ് കൊമ്പനാനകൾ കൂട്ടിമുട്ടുക എന്നുള്ളത്. ഓക്കെ, അതിലേറ്റവും നല്ല സക്സസ്ഫുൾ ആവുന്ന ആനയാണ് ബ്രീഡ് ചെയ്യുക. ഓക്കെ, എസ്പെഷ്യലി ഇപ്പോൾ ബ്രീഡിംഗ് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ 12 ആനയുടെ പോസ്റ്റ്മോർട്ടമാണ് ചെയ്തത്, ഇതുപോലെ ഇൻഫൈറ്റിന്റെ മുകളിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇതിങ്ങനെ ഒരു പബ്ലിക് ഇത് മീഡിയയിൽ വരികയും പിന്നെ എന്താ പറയുക ഒരു സഹതാപം വരികയും ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ഇന്റർവ്യൂ ചെയ്യണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുകയും നമ്മളത് ചെയ്യുക ചെയ്തത്. മയക്കം പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല. ചെറിയൊരു സജഷൻ ഉണ്ട്. ഒരു 5 മണിക്കൂറോളം എടുക്കും കംപ്ലീറ്റ് ആയിട്ട്. തീർച്ചയായിട്ടും അത് വേറെ ബുള്ളിന്റെ കൂടെയായിരുന്നു. അത് അതിനെ പുഷ് ചെയ്തപ്പം താഴെ വീണ സമയത്ത് നമുക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം ഒരുപാട് കല്ലൊക്കെ ഉള്ള ഏരിയയാണ്. അതിന്റെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പേടിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടി. ഞങ്ങൾക്ക് ആ കിടന്ന സ്ലീപ്പിൽ തന്നെ ഞങ്ങൾക്ക് ആ കംപ്ലീറ്റ് വൂണ്ട് ഡ്രസ് ചെയ്യാൻ പറ്റി. സ്റ്റാൻഡിങ്ങിലല്ലാതെ തന്നെ ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. 1.5 മാസത്തെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. തൽക്കാലം ഇന്നത്തെ കണ്ടീഷൻ നമ്മൾ കംപ്ലീറ്റ് എക്സാമിൻ ചെയ്തു. എല്ലാ ഡോക്ടേഴ്സും നോക്കി ആ വൂണ്ടിന്റെ കണ്ടീഷൻ, അതിന്റെ പ്രോഗ്നോസിസ് എല്ലാം നോക്കിയിട്ട് നമ്മളൊരു ട്രീറ്റ്മെന്റ് റെജിം ഉണ്ടാക്കണം. അങ്ങനെയൊന്നുമില്ല. ബുൾസ് അവർ ഒരുമിച്ച് പോകുന്നതാണ്. പ്രൊട്ടക്ട് ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ വികാരങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കൂടെ ഉണ്ടാവും. അത് പുഷ് ചെയ്യാൻ നോക്കി അത് വീണു. ഇവിടെ എത്തിച്ച ഘട്ടത്തിൽ കൂട്ടിലേക്ക് കയറ്റിയപ്പോൾ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്? വളരെ കൂളായി തന്നെ, അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ ഒരു സ്ട്രഗിളും ഇല്ലാണ്ട് നിങ്ങൾ നോക്കി അറിയാം. കൂടിന് ഇടിക്കുന്ന പോലുമില്ല. ഓക്കെ, മയക്കത്തിന്റെ അല്ല. ഈ സമയത്ത് ഇപ്പം പുഷ് ചെയ്യേണ്ട സമയമായി, കാരണം കോൺഷ്യസ് ആയി. അതൊന്നും ഉണ്ടായിട്ടില്ല. അതിനാണ് നമ്മൾ ഇതുകൊണ്ടുള്ള ക്രോൾ ഉണ്ടാക്കുന്നത്. കാരണം അത് ചതഞ്ഞിരിക്കത്തേ ഉള്ളൂ. ആനിമലിന് ഇഞ്ചുറി പറ്റില്ല, കൂടും പോകത്തില്ല. അതുകൊണ്ടാണ് ഈ യൂക്കാലി വെച്ചിട്ട് നമ്മൾ കൂടുണ്ടാക്കുന്നത്. സാധാരണ ഒരു ആനിമല് കൂട്ടിക്കയറി കഴിഞ്ഞാൽ 2 തവണയെങ്കിലും അറ്റംപ്റ്റ് ചെയ്യും. ഈ ആനിമൽ വളരെ കൂളാണ്. ക്ഷീണിച്ചതിന്റെയാണ്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഇത് ഇവിടെ തന്നെ തുടരും? അല്ല, അത് ഞാനല്ല തീരുമാനിക്കില്ല. അത് ഗവൺമെന്റ് പോളിസിയാണ്. കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യും. അതാണ് കിടന്ന് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗുണം അതാ കിട്ടിയത്. കംപ്ലീറ്റ് ഡ്രസ് ചെയ്യാൻ പറ്റി. കംപ്ലീറ്റ് പഴുപ്പ് നീക്കം ചെയ്തു. മരുന്ന് വെച്ചു, ട്രീറ്റ് ചെയ്തു, ആന്റിബയോട്ടിക്സും എല്ലാം കൊടുത്തു, ഇഞ്ചക്ഷൻസും എല്ലാം കൊടുത്തു, റിവേഴ്സ് ചെയ്തു. എന്നിട്ട് കൂട്ടിക്കയറ്റി. ഏത് 1 അടിയോളം ആഴത്തിലുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ലൈഫിന് വേറെ തൊട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ആനിമൽ അതിന്റെ പഴുപ്പ് സെപ്റ്റിസിമിക് ആണ്. അതെങ്ങനെ ബാക്കി ഓർഗൻ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. തലച്ചോറിലേക്ക് കയറിയിട്ടില്ല. അതായത് തലയോട്ടിയിലാണ്. തലച്ചോറിനകത്തേക്ക് കയറില്ല. അതാണ് നമുക്ക് തലച്ചോറിനകത്ത് കയറുകയാണെങ്കിൽ തുമ്പിക്കൈയൊക്കെ പാരാലിസിസ് വരും. അപ്പൊ അതൊന്നും വന്നില്ല. അതായത് നമുക്കൊരു കിട്ടിയൊരു പ്ലസ് പോയിന്റ് അതായിരുന്നു. തീർച്ചയായിട്ടും ഇതൊരു ടീം വർക്ക് അല്ലാതെ നടക്കില്ലല്ലോ. ഒരു വ്യക്തിക്ക് ഒരായിട്ട് ചെയ്യുന്ന കാര്യമല്ല, ഒരു മൊത്തം ടീമാണ്. അത് ഓഫീസ് സ്റ്റാഫ് ഉണ്ട്, ഫോറസ്റ്റ് സ്റ്റാഫ് ഉണ്ട്, ഫോറസ്റ്റിലെ ഡോക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ട്രാക്കേഴ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് ഇത്. അല്ല, ഗുണം ചെയ്തോന്നല്ല നമുക്ക് പറയാം. നമുക്ക് ആദ്യം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് അന്ന് ചെറിയൊരു മുറിവായിരുന്നു. ആദ്യം അറ്റംപ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളൊരു സിംഗിൾ ക്യാപ്റ്റിവിറ്റിയിൽ കൊണ്ടുവരാൻ നമുക്ക് താല്പര്യമില്ല. ആനിമലിനെ പിടിച്ച് കൊണ്ടുവരുന്നത് താല്പര്യമില്ല. അത് നമ്മൾ ആദ്യം ചെയ്യുന്ന സിംഗിൾ ടൈം ട്രീറ്റ്മെന്റ് കൊടുക്കുക ചെയ്യും. അതിന് റെസ്പോൺസും ഉണ്ടായിരുന്നു. ഒരാഴ്ച നല്ല ഹീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അത് ഫ്ലെയർ അപ്പ് ചെയ്തു. വളരെ പെട്ടെന്ന് അത് കൂടി, പഴുപ്പ് കൂടി, അത് പെട്ടെന്നൊരു സിറ്റുവേഷനിലേക്ക് പോയി. അല്ല, മാഗറ്റാണ്. പുഴു ഉണ്ടായിരുന്നു. ഒരുപാട് സൈനസിനകത്ത് കംപ്ലീറ്റ് പുഴു ഉണ്ടായിരുന്നു. അല്ല, അത് രണ്ടും ഒരുമിച്ചായിരുന്നു സംഭവം. കുത്തിന്റെ രണ്ട് ഹോൾസ് ആയിട്ട് മാത്രമേ ഉള്ളൂ. ഒറ്റ സിംഗിൾ വൂണ്ടാണ്. ഇതായി മാറി.